ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുൻപായി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു കൂടുമാറ്റത്തിനാണ് കൊൽക്കത്ത സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബത്തിൽ നിന്നുള്ള ചന്ദ്രകുമാർ ബോസ് BJP വിട്ട് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് കേവലം ഒരു വ്യക്തിയുടെ പാർട്ടി മാറ്റമല്ല, മറിച്ച് BJPയുടെ ബംഗാളിലെ രാഷ്ട്രീയ അടിത്തറക്കേറ്റ വലിയൊരു തിരിച്ചടിയാണ്. 2016 വലിയ പ്രതീക്ഷയോടെ BJPയിൽ ചേർന്ന ചന്ദ്രകുമാർ ബോസ് ആ തീരുമാനം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചരിത്രപരമായ തെറ്റായിരുന്നു എന്ന് തുറന്നു സമ്മതിക്കുന്നത് BJPയുടെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രഹരമാണ്. BJPക്കെതിരെ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവകരമാണ്. നേതാജിയുടെ മതേതരത്വത്തിലും ഐക്യത്തിലുമുള്ള തത്വങ്ങളെ BJP അവഗണിക്കുന്നുവെന്നും രാജ്യത്ത് വർഗീയതയും ഭിന്നതയും വളർത്തുന്ന രാഷ്ട്രീയമാണ് അവർ പിന്തുടരുന്നത് എന്നുമാണ് ബോസ് വ്യക്തമാക്കുന്നത്. ബംഗാളിന്റെ സംസ്കാരവുമായോ പാരമ്പര്യവുമായോ BJPക്ക് യാതൊരു ബന്ധവുമില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബംഗാളി വികാരം ആളിപ്പടർത്താൻ മമതാ ബാനർജിക്ക് ലഭിച്ച വലിയൊരു ആയുധമാണ്. ബംഗാൾ വിദ്യാഭ്യാസ മന്ത്രി ബ്രത്യ ബസു ഇതിനെ ഘർ വാപ്സി എന്ന് വിശേഷിപ്പിച്ചത് നേതാജി കുടുംബവും തൃണമൂലും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ വീണ്ടും ഊട്ടിയുറപ്പിക്കാനാണ്. ഈ രാഷ്ട്രീയ മാറ്റം ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ തലത്തിൽ തന്നെ ഇതിന് പ്രതിഫലനം ഉണ്ടാകും. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ശക്തമാകുന്നത് ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിനും വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. BJPയിൽ നിന്ന് മുതിർന്ന നേതാക്കളും പാരമ്പര്യമുള്ള കുടുംബവും വിട്ടുപോകുന്നത് BJPയുടെ അജണ്ടകൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനം കുറയുന്നു എന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യത്തിന് ഇത്തരം കൂടുമാറ്റങ്ങൾ വലിയ രാഷ്ട്രീയ മൈലേജ് നൽകും. പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബംഗാളിലെ ഈ മാറ്റം അയൽ സംസ്ഥാനങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുമെന്നതിൽ സംശയമില്ല. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ നേതാജി കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ രംഗത്ത് വരുന്നത് മതേതര വോട്ടുകളെ ഏകീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും സഹായകരമാകും. ദേശീയ വികാരം ഉയർത്തിപ്പിടിക്കുന്ന നേതാജിയുടെ പാരമ്പര്യം BJPയുടെ കൈകളിൽ സുരക്ഷിതമല്ല എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് കോൺഗ്രസിന് അവസരമൊരുക്കുന്നു. ചുരുക്കത്തിൽ ചന്ദ്രകുമാർ ബോസിന്റെ തൃണമൂലിലേക്കുള്ള കടന്നുവരവ് മമതാ ബാനർജിക്ക് ബംഗാളിൽ കരുത്ത് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ BJPക്കെതിരെ പോരാടുന്ന കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. നേതാജിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മതേതര ഇന്ത്യയെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ താൻ സജീവമായിരിക്കുമെന്ന് ബോസ് പ്രഖ്യാപിക്കുമ്പോൾ അത് BJPയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും.